ഞാൻ മനുഷ്യമൃഗമൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതിനകത്തെ സബ്ജക്റ്റ് അതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മറ്റേ ആഷിഖ് അബു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ചേട്ടാ സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ടാണ് ആ പടം ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന്. കാരണം അത് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരു ഒരു സബ്ജക്റ്റാണ് നമ്മളാ പറഞ്ഞത്. കാരണം അത് നമ്മൾ കുറേ മുമ്പേ ചിന്തിച്ചു എന്നൊക്കെ പറയും. ഇന്നൊക്കെ ഈസിയാണ് സംഭവം ഇല്ലേ. ഇപ്പം അതിനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതിനകത്ത് തിയേറ്ററിലൊക്കെ ചില സീൻസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ തലതാത്തിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വലുതായിട്ട് സംഭവമൊന്നുമില്ല. ഇന്നിപ്പോൾ അതിനേക്കാളും വളരെ പരസ്യമായിട്ട് നമ്മൾ പറയുന്നു. എനിക്ക് അതിൻ്റെ സെൻസറിന് 22 കട്ടായിരുന്നു കിട്ടിയത്. 22 കട്ട്. അപ്പോൾ ഇന്നത്തെ പോലെ അല്ല, അന്ന് സെൻസറിന് ഇതും കൂടി എടുത്ത് മദ്രാസിൽ ഓടണം. അപ്പോൾ ഞാൻ കുറേയൊക്കെ അവരോട് തർക്കിച്ചിട്ടും കാരണം അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആൾക്കാരത് കാണുമ്പോൾ അതാണ് ആ സിനിമ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ നമ്മുടെ സിറ്റിയിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു ഇതാണ്. എല്ലാത്തിലും ഒരു സ്ത്രീകൾക്കല്ലേ കഥകളും അധികം പറയാനുള്ളൂ. ഇപ്പം അതിലെനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസറായിട്ട് വാണി ചേച്ചി തന്നെയായിരുന്നു പ്രൊഡ്യൂസർ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡീലിംഗ്, മാനേജിങ്? ഇപ്പോൾ ഡയറക്ടർ വാണി അങ്ങോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. വാണി ഈ പറയുന്ന പോലെ കഥയൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ അന്ന് ലൊക്കേഷനിലേക്ക് ഒന്നും വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നിപ്പോൾ സിനിമ കുറച്ചുകൂടി ജനകീയമായി. ഞാൻ ആദ്യം പടം ചെയ്യുന്നത് 98-ൽ ഈ വാണി തന്നെ അഭിനയിച്ച പടമൊക്കെ ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം മാറി. ഞാൻ 94-ലാണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം. അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെ, അന്ന് ഏറ്റവും വലിയ ഓട്ടം നമ്മൾ ഈ ഫിലിമിന് വേണ്ടിയുള്ള ഓട്ടമാണ്. കാരണം 50 ക്യാൻ 60 ക്യാൻ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് 100 ക്യാൻ ഫിലിമാവും. അന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അത്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഒരു ക്യാൻ ഈ ക്ലൈമാക്സിൻ്റെ സമയത്തായിരിക്കും ഈ സാധനം തീരുന്നത്. പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മളൊരു ഓട്ടം ഉണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക്, അവിടെ നിന്ന് ഒരു ക്യാൻ കടം വാങ്ങിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ ആ സമയത്ത് എത്രയോ റീടേക്കുകളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അന്നത്തെ ഡയറക്ടർമാരെ നമ്മൾ സ്തുതിക്കണം. പ്രത്യേകിച്ച് ഐ വി ശശി സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത്രയും മൾട്ടി സ്റ്റാർസിനെ വെച്ചിട്ട് ഒരു മോണിറ്ററോ ഒരു സ്പോട്ട് എഡിറ്ററോ ഈവൻ അദ്ദേഹത്തിന് കാണാൻ പോലും പറ്റില്ല. ഈ ക്യാമറമാൻ ഓക്കെ എന്ന് പറയുന്നതിൽ വിശ്വസിച്ചിട്ടാണ് അന്നത്തെ സിനിമ പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് ആർക്കും സിനിമ ചെയ്യാം. കാരണം ഫോട്ടോ എഡിറ്റർ അടുത്തുണ്ട്, ഇങ്ങനൊരു ഷോട്ട് എടുക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ എടുക്കുകയാണ്. ടെക്നിക്കലി ഒട്ടും എക്വിപ്ഡ് അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്ന് പഠിക്കണമായിരുന്നു, ഒരു ഡയറക്ഷൻ എന്താണെന്നൊക്കെ പഠിക്കണമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ആർക്കും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, എനിക്കൊന്ന് പ്രജയിൽ ഒരു ചെറിയ റോളാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് ഫസ്റ്റ് ടൈമിൽ ടേക്ക് ഓക്കെ ആവാതെ തിരിച്ച് ഭാരതേട്ടൻ വന്നു. പ്രജ എനിക്ക് തീരെ, കാരണം ജോഷി സാറിന്റെ പടങ്ങളിൽ അതിന് മുമ്പ് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രജയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ സാധാരണ ഒരു കൈൻഡ് ഓഫ് വേഷം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും പോലീസിന്റെ കഥയെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ ഡ്രസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു SI അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ സൈഡ്. അപ്പം ഞാൻ നോക്കുമ്പോൾ സുബൈറിന് ഡ്രസ്സ് വരുന്നു, സിയുടെ ഡ്രസ്സ്. അപ്പം ഞാൻ വിളിച്ചിട്ട് അതിനേലും താഴെയായിരിക്കും ഞാൻ എന്നൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കരമായൊരു കോസ്റ്റ്യൂമാണ്, സ്റ്റാറും മറ്റേ ഇതൊക്കെ ഉള്ള ഒരു. അപ്പോൾ നോക്കുമ്പോൾ എനിക്കാണ് കോസ്റ്റ്യൂം. അതിന് DIG ക്യാരക്ടർ അങ്ങനെ വരുന്നു. ഓക്കെ, അതൊക്കെ ഇട്ടു. പിന്നെ അതിട്ടൊരു തല്ലുള്ളതാണെന്നിരിക്കും. അതിന് സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച അനീഫിക്ക വായിച്ചിട്ട് എല്ലാവരും വായിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് എടാ എന്നാന്നും പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ജോസഫ് മടച്ചേരി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 4 പേജ് ഡയലോഗ്. എൻ്റെ കിളി അപ്പം തന്നെ പോയി. ദൈവമേ, ഞാൻ വിറക്കല, ഇത് ഇട്ടുകൊണ്ട് പോകണോ? കാരണം ആദ്യമായിട്ടാണ്. അങ്ങനെ ഞാനിത് പറഞ്ഞു. അപ്പം തന്നെ രഞ്ജി പണിക്കരേട്ടൻ വന്നു. പെർഫെക്റ്റ്, നീ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സുഖമായിട്ട് വരാം, നീ പറഞ്ഞാൽ അതാണ് ഞാൻ നല്ല പറഞ്ഞത്. മീറ്റർ അല്ല, കറക്റ്റ് മീറ്റർ, അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അതിനകത്ത് ആ സീനിനകത്ത് ഞാൻ ഐശ്വര്യനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് പല്ലിശ്ശേരി ചേട്ടനടുത്ത് ഡയലോഗ് പറഞ്ഞ അടി. അത് അന്ന് സ്റ്റഡി ക്യാം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. സ്റ്റഡി ക്യാമിലാണ് ഈ ഷോട്ട്. 1 ടേക്ക് 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് 5 ടേക്ക് 6. ഞാൻ എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുവന്ന് തെറ്റിക്കും. അങ്ങനെ ഒരു 11 ടേക്കായിട്ട് വന്നപ്പോൾ ഫിലിമാണ് ഫോർമാറ്റ്. ആലോചിച്ച് നോക്കിക്കോളൂ, ഫിലിമാണ്, ഇന്നത്തെ പോലെ ഇതല്ല. 11 ടേക്കായി കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് ബ്രേക്കായി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഇതിലേക്ക് പോയി. അപ്പോൾ ഈ ലാലേട്ടൻ വന്നോട് വെയിറ്റ് ചെയ്യാണ് ആ കാറിലുള്ള സംഭവം. എനിക്ക് വൈകിട്ടൊക്കെ ആയിട്ട് റൂമിൽ പോയിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥത. കാരണം ഇത്രയും വലിയൊരു വേഷം കിട്ടിയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റണല്ലോ, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ ആ ഡയലോഗ് ഫുള്ളിരുന്ന് പഠിക്കുകയാണ്. എന്തോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ്, ഇനി ഒന്നും കൂടി ജോഷി സാർ വന്ന് പറഞ്ഞാലോ എന്നോ.
ഞാൻ ഫുള്ളിരുന്ന് പഠിച്ച് കാലത്ത് ഒന്നും കൂടി അതൊക്കെ പറഞ്ഞു നോക്കി നടന്ന് കറക്റ്റ് ഇതുപോലെ ചെന്ന് കാലത്ത് ചെന്നപ്പോൾ തന്നെ ലാലേട്ടൻ പറയാത്ത വരിക എടാ നമുക്ക് ഒന്നും എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി സാറെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് ഓക്കെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്പം കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ അനീഫിക്കാണല്ലോ എൻ്റെ സിനിമയെ കൊണ്ടുവന്നത്. അനീഫയുടെ പടത്തിലെ ആദ്യമായിട്ട് വന്നു. അനീഫ കാലത്തിന് എടാ ഇന്നും നീ കലക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അനീഫക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇതാണ് സംഭവം. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഈ ക്യാരക്ടർ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോകും. കാരണം ഇതിൻ്റെ എന്താണ് എവിടെ എത്തുമെന്ന് അറിയില്ല. അതാണ് പ്രജ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എനിക്ക് അതിനകത്ത് കടപ്പാടുള്ള ജോഷി സാറോടും രഞ്ജി പണിക്കരേട്ടനോടും ആണ് അതിൻ്റെ ഇതുള്ളത്. ഇവർ തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസറും. പിന്നെ അതിനുശേഷം ഞാനതിന് ഡബ്ബിങ്ങിന് വേണ്ടി അപ്പോൾ എനിക്ക് ഡബ്ബ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് രഞ്ജന പറഞ്ഞു നീ അങ്ങോട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആന്നിച്ചേട്ടൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ആന്നി പെരുമ്പാവൂരാണ്. അപ്പോൾ അവിടുത്തെ കുക്ക് പോയി. അപ്പോൾ ജോഷി സാറിന് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം വേണം. അപ്പോൾ ഞാൻ കയറി ഏറ്റെടുത്തു കുക്കിംഗ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ജോഷി സാർ ഇത് കൊള്ളാലോ, ഇത് ഡിഫറൻറ്റ് ആരാ. അപ്പോൾ ബാബുരാജാണ് കുക്ക് ചെയ്തത്. അന്ന് അവനോട് പിടിച്ച് തീർത്ത് അവനെ ഡബ്ബിങ് ലാസ്റ്റിലേക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുക്കം അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ ഡബ്ബ് ചെയ്യും. രഞ്ജി പണിക്കരേട്ടനെ ഇരിക്കണേ പറയാനായിട്ട്. അങ്ങനെയാണ് അതിനകത്താണ് ആദ്യമായിട്ട് ഡബ്ബ് ചെയ്യുന്നത്. ഒരു വലിയ വേഷം. അതുപോലെ തന്നെ ശമ്പളം, ആദ്യമായിട്ട് ശമ്പളം എനിക്കെന്തോ പറഞ്ഞ ശമ്പളത്തിൻ്റെ ഇരട്ടി പൈസയാണ് എനിക്ക് തന്നത് ആ പടത്തിന്. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് തെറ്റാണോ ചെക്ക് എന്ന് പറഞ്ഞു. അല്ലടാ അതിരുന്നോട്ടെ. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുടെ സിനിമയാണത്. അതൊക്കെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു വാണിജ്യമായിട്ടുള്ള ഒരു പാട്ടിലൂടെയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഒരു ലവ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ അല്ലല്ല, അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ഗ്യാങ് എന്ന് പറഞ്ഞ പടത്തിൽ. അതിലാണ് ആദ്യമായിട്ട് വാണിനെ കാണുന്നത്. പിന്നെ ഈ വാണിയുടെ ഒരു വിചാരം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പാട്ടുമായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് പാട്ടൊന്നും അറിയില്ല എന്നൊക്കെ ആയിരിക്കാം. അപ്പൊ എന്തോ ഒരു സംഭവത്തിനകത്ത് ഒരു പാട്ടിന്റെ ഇത് പാടിയിട്ട് അതിന്റെ ചരണം പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ടഫായിട്ടുള്ള പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പാടി എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു. അപ്പൊ അനീഫിക്കൊക്കെ ഉണ്ട് അവിടെ, കൊച്ചിൻ അനീഫിക്കൊക്കെ ഉണ്ട്. അപ്പൊ അനീഫിക്കൊക്കെ എൻ്റെ സാധനം കിട്ടി. എന്താണ് എന്നൊക്കെ കിട്ടിയിട്ട് ഞാൻ പാടില്ല. അപ്പോൾ വേണ്ട പാട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞു. ഞാനത് പാടി ഇവിടെ എണീറ്റ് ഓടി അവിടുന്ന്. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. പക്ഷെ ഇതിപ്പോ പറയുമ്പോ ഒരു നൊസ്റ്റു ഫീൽ തോന്നുന്നുണ്ട്. അല്ലല്ല, അവളിപ്പോഴും പറയും ആ ഒരു പാട്ടാണ് എന്നെ ഈ കുഴി കൊണ്ട് ചാടിച്ച്. അടിപൊളി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര ഒരു 300-ലധികം 300 ആയിട്ടുണ്ടാവും മൂവി തീർച്ചയായിട്ടും ചെയ്തിട്ടില്ലേ? അതിലിപ്പോ ചില മൂവീസ് നോക്കുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ആ സമയങ്ങളിൽ ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മൈൻഡിൽ നിരാശ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ എത്രയും പെട്ടെന്ന് അത്യാവശ്യം ഡയലോഗുള്ള റോള് കിട്ടുക എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ നിൽക്കുമ്പോൾ ആ സിനിമയിൽ പിടിച്ച് നിർത്തിയ എലമെൻ്റ് എന്തായിരുന്നു? ഞാൻ നോക്കിയിട്ട് ഞാൻ എൻ്റെ കൂടെ സമകാലീനരായിട്ടുള്ളത് അബു സലീം മാത്രമേ ഉള്ളൂ. എത്രയോ പേര് നമ്മുടെ കൂടെ വന്നതാണ് ആ ഓട്ടത്തിൽ, എത്രയോ പേരുണ്ടായിരുന്നതാണ്. അതിലിപ്പോൾ നിൽക്കുന്നത് അബു സലീം മാത്രമേ ഉള്ളൂ. ഇപ്പം അതിൻ്റെ രസം വെച്ചാൽ ഇപ്പോൾ അബു സലീമിൻ്റെ പേര് എടുത്തു പറഞ്ഞു വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് അബു സലീമിൻ്റെ നമ്പർ ചോദിച്ചാൽ ഞാൻ കൊടുക്കും, അബു സലീമിൻ്റെ അടുത്ത് എൻ്റെ നമ്പർ ചോദിച്ചാൽ കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ്റെ ആൾ ചോദിച്ചിട്ട് അബുവിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും കൊടുക്കൂല. കാരണം രണ്ടുപേരും സെയിം വേഷമാണല്ലോ ചെയ്യണേ. അന്ന് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒരേ ചങ്ങാത്തത്തിൽ ഒരേ ഇതിൽ പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഓട്ടത്തിൽ വളരെ പേര് കാരണം പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. ഇപ്പം ഞാൻ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പോകുന്നു. ഞാൻ അന്ന് എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട് കേട്ടോ, AC കാറൊക്കെയാണ്. പക്ഷെ ഞാൻ ഈ കാറ് മാറ്റിയിട്ട് നടന്നേലും, കാരണം AC കാറും കൊണ്ട് ലൊക്കേഷൻ ചെന്നാൽ പിന്നെ എന്നെ വിളിക്കില്ല. അന്ന് അങ്ങനെയാണ്. അന്ന് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത പിന്നെ അയാൾ സിനിമയിൽ വിളിക്കില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ, കാലം മാറി. അപ്പം ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന് എൻ്റെ പേര് വെച്ചിട്ടില്ല, ഞാൻ കൊച്ചിൻ ഫിലിംസ് എന്ന് വെച്ചിരിക്കുന്നത്, ബാബുരാജ് എന്ന് വെച്ചില്ല. കാരണം അങ്ങനെ വെച്ചാൽ ഇനി എനിക്ക് പടം നഷ്ടമാവും എന്ന് എൻ്റെ അടുത്ത് മാഫിയ ശശി മാസ്റ്റർ പറഞ്ഞു. പേര് വെക്കണ്ട കേട്ടോ, പിന്നെ ആൾക്കാർ വിളിക്കില്ല, ഞാൻ പ്രൊഡ്യൂസറായല്ലോ. നമ്മളൊക്കെ പോകുന്നു, ഞാൻ ആദ്യത്തെ കണ്ട് 20-22 പടത്തിന് പോയിട്ട് ഞാൻ ശമ്പളമൊന്നും മേടിക്കാൻ നിൽക്കില്ല, ശമ്പളം ഇല്ലല്ലോ. നമ്മൾ പോവുക, ഇടികൊള്ളുക, തിരിച്ചു പോരാ, അടുത്ത പടത്തിന് ചെല്ലുക, അങ്ങനെയായിരുന്നു. അപ്പം സിനിമയിൽ നിൽക്കണം, സിനിമ അഭിനയം അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു സമയത്ത് ഞാൻ എഡിറ്റിംഗ് ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നു. കാരണം അങ്ങനെ എഡിറ്ററായിട്ടെങ്കിലും സിനിമയിൽ നിൽക്കാം. എന്നിട്ട് അത് എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ ഞാൻ അവിടെ എഡിറ്റിംഗ് ഒക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പം അന്ന് ഈ ആവിഡൊക്കെ ഇറങ്ങിയ സമയമാണ് എഡിറ്റിങ്ങിൻ്റെ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ബേസൊക്കെ പഠിച്ച് ആ സമയത്താണ് ഈ രാജമാണിക്യവും അതുപോലെ തന്നെ മഹാസമുദ്രം, അങ്ങനെ കുറേ പടങ്ങളിങ്ങനെ കിട്ടി. അങ്ങനെ ഓരോ സീസണിലും നമ്മൾ അല്ലെങ്കിൽ ഓരോ സീസൺ തന്നെ പറയാം. നമ്മളിങ്ങനെ താഴെ പോയും പിന്നെ നമ്മളിങ്ങനെ
എന്തെങ്കിലും വേഷം കിട്ടി എണീറ്റ് വരിക, അങ്ങനെയൊക്കെയാണ് സിനിമ. ഗ്രാഫ് പൊങ്ങി വരുന്നു, പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇപ്പോൾ കുറേ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ചെയ്ത് പിന്നെ നല്ല റോളുകൾ കിട്ടി, വില്ലൻ റോളുകൾ ഈ പറയുന്ന പോലെ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നു. പക്ഷേ ഇടയ്ക്ക് ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 2012 ടൈം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന മൂവി എനിക്ക് തോന്നുന്നു ഒരു ഗംഭീര ബ്രേക്ക് ത്രൂ. അതൊരു കോമഡി എന്ന് പറയുന്ന എലമെന്റിനെ ഇത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും സ്നേഹിച്ചും ആ കൊമേഡിയൻ അല്ലെ ആ കോമഡി കാണുക എന്ന് പറയുന്നത് ലേക്ക് എത്തിച്ച് കാണിച്ചു കൊടുത്ത ഒരു പടം കൂടെയാണ് അതിലെ. അത് നമുക്ക് ഹഗ് ചെയ്യാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ കൂടെയാണ്. തീർച്ചയായിട്ടും. അത് ആഷിഖ് അബു മഹാരാജസിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ, ഞാനും മഹാരാജസാണ്. അപ്പോൾ ആഷിഖ് അബുവിന് അതിന് മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു ഡാഡി കൂൾ, അപ്പോൾ അതിനകത്തൊരു വേഷം ഉണ്ടായിരുന്നു എനിക്ക്, CBI മറ്റേ. അതെ അതെ അതെ. അപ്പോൾ അത് ഞാൻ ചെയ്തു വന്നപ്പോൾ കോമഡി ആയി പോയി. അപ്പോൾ ഇവരെല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു അത്. അപ്പോൾ ഞാനിങ്ങനെ പറയണു, വീക്ക് ഭർത്താവിന് പോക്ക് ഭാര്യ എന്നൊക്കെ ഉള്ള വെറുതെ. അപ്പോൾ അതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഇവരെല്ലാവരും പറയും ചേട്ടൻ കോമഡി നന്നായിട്ട് ചെയ്യണ്ടല്ലോ ചേട്ടാ എന്നൊക്കെ അന്ന് പറയുമോ. അങ്ങനെ പിന്നെ ആ ക്യാരക്ടർ അങ്ങനെ ആയിട്ട് ഈ പടം തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ചിരി കിട്ടി തിയേറ്ററിൽ. അതാണ് ആഷിഖിൻ്റെ മനസ്സിൽ വന്നത്, ഇതിലേക്ക് എത്തിച്ചത്. ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ ശരിക്കും സലീം കുമാർ ആയിരുന്നു അവർ ആ വേഷത്തിന് ചെയ്തത്. അങ്ങനെ ഒരു ചേഞ്ച് ആയിട്ട് എന്നെ പിടിച്ചിട്ടതാണ് അതിനകത്ത്. പക്ഷെ എല്ലാവരും ലാലേട്ടൻ മുതലോട് വന്നിട്ട് ബാബു ആ ക്യാരക്ടർ ചെയ്യുന്നത്, കാരണം കുറച്ച് ശ്രേണതയുള്ള ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ചേഞ്ച്. അവരുടെ തോട്ടാണല്ലോ ഇപ്പോൾ ഈ പുതുതലമുറയുടെ ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറഞ്ഞാൽ ആഷിക്ക് പോവാ. മനസ്സിലായില്ല, ആദ്യമായിട്ട് ഈ റെഡ് ക്യാമറ ഡിജിറ്റൽ വെർഷനിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെയാണ്. അതിനുശേഷമാണ് പിന്നെ കുറേ ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ ടൈപ്പ് ഓഫ് മൂവി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തപ്പാടാണത്.